വെൽക്കം ടു അൻസാർ ട്രാവൽ ടേസ്റ്റ്. അപ്പൊ ഇന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷ വെച്ചാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം ഇന്ന് കുവൈറ്റിലെ ഒറിജിനൽ അമ്മച്ചിന്ന് മിണ്ടായി കുവൈറ്റിലെ ഒറിജിനൽ ടേസ്റ്റ് ഉള്ള മജ്ബൂസ് കഴിക്കാൻ പോവാണ്. മീൻസ് അവിടെ മട്ടൻ ആയാലും ചിക്കൻ ആയാലും ഫ്രഷ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഇപ്പം ഞാൻ ഒറിജിനൽ മജ്ബൂസ് കഴിക്കാൻ പോകാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ആ റെസ്റ്റോറൻറ്റിനെ പറ്റി. അപ്പം അങ്ങനെ ഞാൻ ഒരുപാട് ആലോചിച്ച് ഞങ്ങൾ പോകണം. പക്ഷെ അവിടുത്തെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു മജ്ബൂസ് മന്തിക്ക് മജ്ബൂസ് മട്ടന് മിനിമം ഒരു 4.5 KD ആണ്. അപ്പോൾ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല. അപ്പൊ എനിക്കൊരു ഇന്നൊരു ഇര കിട്ടി. ഇതാണ് സ്റ്റെഫിൻ, അവന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ അവന്റെ ബർത്ത്ഡേയും നമ്മുടെ പ്രിൻസിന്റെ ബർത്ത്ഡേ ആണ്. അതെ 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 അലിച്ചാന്റെ ബർത്ത്ഡേ ആണ് ഇന്നലെ. ഓക്കെ, ഇവർക്ക് രണ്ടുപേർക്ക് ഞാൻ ഷൂ കൊടുത്തിട്ടുണ്ട്. ഷൂ എങ്ങനെ സെറ്റ് ആയിരുന്നോ? ഷൂ സൂപ്പർ ആയിരുന്നു. അളി എങ്ങനെ ഉണ്ടായിരുന്നു? അതെന്താ മാഷാ അല്ല അളിയുടെ ഷൂ നല്ല ബ്രാൻഡായിരുന്നു. ജമ്പ് നാസർ സ്പോർട്സിൽ നിന്ന് മേടിച്ചാണ്. ജമ്പ് എന്നുള്ളതാണ് ബ്രാൻഡ്. നല്ല ഷൂ ആണ്. അത്യാവശ്യം സ്കെച്ചേഴ്സിന്റെ സെയിം മോഡൽ തന്നെയാണ്. അതെ 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 ഞാൻ എപ്പോ എടുക്കുവായെങ്കിലും ജമ്പിന്റെ സാധനമാണ്. കാരണം എനിക്ക് ജമ്പ് ഞാൻ നാട്ടിൽ കൊണ്ടുപോയ സാധനം ഒരു 3 വർഷം 4 വർഷം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എന്റെ കാലിൽ കിടക്കുന്ന ജമ്പിന്റെ സാധനമാണ്. ഇപ്പൊ അതല്ല വിഷയം. ഓക്കെ, വിഷയം മാറിപ്പോയി. നമ്മള് ഒറിജിനൽ മജ്ബൂസ് മന്തി കഴിക്കാൻ പോകണം. ഇപ്പൊ അങ്ങനെ ഒറിജിനൽ മജ്ബൂസ് മന്തി കഴിക്കാൻ പോകാന്ന് പറയുമ്പോൾ കുവൈറ്റിൽ എല്ലാവർക്കും അറിയാം, എല്ലാ മലയാളിസിനും അറിയാം. കടയുടെ പേരെന്തായിരുന്നു? ഷോപ്പിന്റെ പേര് ഫ്രീജ് സലേ. കാരണം നമ്മളിപ്പോ ഖുറൈനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മട്ടൻ മന്തി കഴിക്കാനായിട്ടാണ് പോകുന്നത്. അതെ, നമ്മൾ അവിടെ പോയി കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. നമ്മളല്ലാതെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക്. നല്ലായിരുന്നു, മട്ടൻ മന്തി നല്ലായിരുന്നു. അപ്പൊ അവിടെ പോയി കഴിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അറിയത്തില്ല. അപ്പൊ അവിടെ പോയി കഴിക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ തീർച്ചയായിട്ടും ഞാനും ഒരുപാട് പ്രതീക്ഷ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ഞാൻ ഇതിന് മുമ്പ് കഴിച്ചിട്ടില്ല. നല്ലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ആ മജ്ബൂസ് കഴിക്കാൻ വേണ്ടി. ഇപ്പൊ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പം നമ്മുടെ കുവൈറ്റിലുള്ള മലയാളീസ് വ്ളോഗർമാര് അതിനെപ്പറ്റി എല്ലാം നല്ല പോസിറ്റീവ് റിവ്യൂ ആണ് കണ്ടത്. അപ്പൊ അതുകൊണ്ട് കാണുമ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹം കഴിക്കണമെന്ന്. അങ്ങനെ സ്റ്റെഫിൻ ഓൾറെഡി ആ കാര്യം എടുത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനാണ് ബലിയാട്. അതെ എനിക്ക് നമുക്ക് ആരും 4 KD കൊടുത്ത് 4.5 KD കൊടുത്ത് മട്ടൻ മജ്ബൂസ് കഴിക്കാനുള്ള ഒരു നിർത്തിയില്ല. സോറി അല്ല 4.5 KD. അതെ 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 അളിയുടെ അഭിപ്രായം എന്തുവാ? നാട്ടിലെ 70 രൂപയ്ക്ക് അടുത്തുണ്ടേ. ഇന്നലെ അളിയന്റെ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷെ അതും അൻസാരിക്കയുടെ വക ഇതിലായിരുന്നു. അൻസാരിക്കയുടെ ഒരുപാട് താങ്ക്സ്. അൻസാരിക്കയുടെ പറഞ്ഞിടത്തുനിന്നാണ് നമ്മൾ മേടിച്ചത്. നല്ല റെസ്റ്റോറന്റ് ആയിരുന്നു കേട്ടോ. നല്ല ഫുഡും ആയിരുന്നു. കൊള്ളായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇന്നലെ മേടിച്ച ലെഗൂൺ ബിരിയാണി നല്ല ലെഗൂൺ ബിരിയാണി ഫ്രം മംഗഫ് മിക്സ് കേരള. മിക്സ് കേരള എന്നാണ് റെസ്റ്റോറന്റ് പേര്. പക്ഷെ നസീർ ഉസ്മാൻ കല്യാണ ബിരിയാണി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള കല്യാണ ബിരിയാണി എന്ന് പറഞ്ഞ ഐറ്റം ആയിരുന്നു മേടിച്ചത്. നല്ലായിരുന്നു, സൂപ്പർ ആയിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു. എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു പാഴ്സൽ കൊണ്ടു തന്നില്ല. എന്റെ വിഷമമൊന്നും എനിക്കില്ല. ഇന്ന് അല്ലായിരുന്നെങ്കിൽ അൻസാരിക്കയ്ക്ക് വേണ്ടി ഫ്രിഡ്ജിനകത്ത് എടുത്തു വെച്ചിരിക്കുവ ലെഗൂൺ ബിരിയാണി. വലിയ ബിഗ് പീസായിട്ട് മേടിക്കണം അൻസാരിക്ക. ഇല്ല, നമ്മൾ ഇന്ന് ഞാന് പുള്ളിക്കാരൻ രാവിലെ വരാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 10 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയാണ്. ഇപ്പം സമയം 3 മണിയായി. ഞാൻ എല്ലാ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ച വ്ളോഗെല്ലാം നീ അടുത്ത വീഡിയോ വരും കേട്ടോ. അപ്പം അപ്പോൾ ഞാൻ ബാക്കി വിശേഷം പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രീജ് സലയിൽ പോയി അവിടുത്തെ ഒറിജിനൽ അത് മജ്ബൂസ്, മട്ടൻ മജ്ബൂസ് ആൻഡ് ചിക്കൻ മജ്ബൂസ് രണ്ടും വാങ്ങുന്നുണ്ടല്ലോ. രണ്ടും വാങ്ങുന്നുണ്ടല്ലോ. എന്തായാലും അളിയൻ രണ്ടും വാങ്ങും ചിലപ്പം. അളിയന് പൈസ മുടക്കാൻ ഭയങ്കര പാട്. പക്ഷെ ഞാൻ പറയുന്നത് വേറെ ഒരുപാട് വിറ്റുണ്ട് അളിയന്റെ പേരിൽ കേട്ടോ. ഞാൻ അതൊന്നും ബ്ലോഗിൽ പറയുന്നില്ല. ഓക്കെ, അപ്പം നമ്മുടെ പ്രധാന സാധനമാണ് ഹമ്മൂസ്. മയോണൈസ്. ഗാർലിക് പേസ്റ്റ്. എന്താ സാധനത്തിന്റെ പേര്? മയോണൈസ്. മയോണൈസ്.
അത് കഴിക്കേണ്ട സാധനം കേട്ടോ. സ്റ്റെഫിനോളിയെ പറഞ്ഞിട്ട് അത് കഴിച്ച് പ്രേക്ഷകരെ നിങ്ങളും പോണം സ്റ്റെഫിനോളിന് ആ റെസ്റ്റോറന്റിന്റെ പേര് പറഞ്ഞു കൊടുക്കളിയ അളിയ പറഞ്ഞു കൊടുക്ക. പ്രേക്ഷകർ അത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അളിയന്റെ വൈകുന്നേരം കേൾക്കാൻ. ഇല്ല ഞാനേ ശരിക്കും പറഞ്ഞ ഞാൻ ആ റെസ്റ്റോറന്റ് പേര് ഞങ്ങൾ പറയുന്നത് ചിലപ്പോ അന്നത്തെ ഇപ്പൊ അളിയും കഴിച്ചിട്ടേ അന്നത്തെ ഒരു ദിവസത്തെ ആയിരിക്കും. പക്ഷെ ഞങ്ങള് ജാബർ ഹോസ്പിറ്റലിലേക്ക് എന്റെ സുഹൃത്ത് ഞങ്ങൾ ആ റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തതാണ്. മന്തിയായിരുന്നു, ബീഫ് മന്തിയായിരുന്നു. റൈസ് ഒരു രക്ഷയില്ലായിരുന്നു. ബീഫ് മന്തി അല്ല, ആക്ച്വലി ചിക്കൻ മന്തിയാണ്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് മന്തി വിത്ത് മയോനൈസ്. റൈസിനേക്കാളും മയോനൈസ് ഒരു രക്ഷയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും നല്ല ടേസ്റ്റ് ഉള്ളൊരു മയോനൈസ് കഴിക്കുന്നത്. ആ മയോനൈസിന്റെ ബേസിലാണ് ഞങ്ങൾ 3 പേരും കൂടി ആ റെസ്റ്റോറന്റിൽ പോയി ഞങ്ങൾ അവിടെ പോയി കഴിക്കാൻ നോക്കി. പക്ഷെ മയോനൈസ് വമ്പൻ ഫ്ലോപ്പ്. ഞാൻ പറയാം, ഞങ്ങൾ ഇതെന്നിട്ട് ഹോട്ടലുകാരോട് ഇൻഫോം ചെയ്തിട്ട് അവർ രണ്ടാമത് പിന്നെ വേറെ സെപ്പറേറ്റ് മയോനൈസ് ഉണ്ടായിക്കൊണ്ട് വന്നു. പക്ഷെ അതും വലിയ ഫ്ലോപ്പ്. ബാക്കി പറയണ്ടല്ലോ, ഞാൻ എന്റെ വീഡിയോസ് എന്നിട്ട് കേക്കണേ ആ കാശ് മുടക്കിയ റെസ്റ്റോറന്റ് കാശ് മുടക്കിയ ഞാനാണ്. എന്നിട്ട് കാശ് മുടക്കിയ ഞാനാട്ടെ എന്റെ ബടുത്തേക്ക് കൊണ്ടുപോയിട്ട് ഇതുപോലെ വൃത്തികെട്ട ഒരു മന്തി എനിക്ക് മേടിച്ചു തന്നിട്ട് ഞാൻ അന്നത്തെ ദിവസം സത്യം പറഞ്ഞ ഭയങ്കര മൂഡ് ഓഫ് ആയി പോയി. അത് മന്തിയും ശരിയായില്ല, എന്റെ പൈസയും പോയി. 5 കേടിയായിരുന്നു കേട്ടോ, 5 കേടി ഞങ്ങൾ വെള്ളത്തില്. വിഷമത്തിന് മൗണ്ടൻ ഡ്യൂ കുടിച്ച് പുള്ളിയുടെ വിഷമം അങ്ങ് തീർത്തു. വേറെ ഒന്നും പുള്ളിക്ക് കഴിക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ ഒരു കാശിനും കൊള്ളാത്തൊരു ബിരിയാണി, ഒരു മന്തി ഒരു കാശിനും കൊള്ളാത്ത. മയോണൈസ് പറഞ്ഞാൽ കയ്പാണോ പുളിയാണോ എന്താണെന്ന് അറിയത്തില്ല. എന്നിട്ട് ഞങ്ങളെ പുള്ളി അവിടുത്തെ പറഞ്ഞപ്പോ അവര് പറഞ്ഞപ്പം ഇന്ന് ഈ മയോണൈസ് അടിക്കുന്ന ആള് മാറിയെന്ന് പറഞ്ഞു. പിന്നെ ആ വീഡിയോസ് ഞങ്ങൾ എടുത്തില്ല. പിന്നെ അതുപോലെയാണ് ഇന്നലെ ഞാനൊരു മന്തി മേടിച്ചു, ഒരുപാട് പ്രതീക്ഷിച്ചൊരു മന്തി മേടിച്ചു. ഇവിടുത്തെ ഫേമസ് കടയാണ്. ഞാൻ എൻ്റെ വീഡിയോ ലിങ്ക് ഇവിടെ കാണിക്കാം കേട്ടോ, മുകളിൽ കാണിക്കാം. അത് ഒരു കാശിനും കൊള്ളത്തില്ല. പക്ഷെ കടയുടെ പേര് പറയുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. ഇപ്പൊ ഇന്നലെ മന്തി മേടിച്ചിട്ട് അത് ഇപ്പൊ പക്ക ഫ്ലോഫ് ആയി പോയി, ഒരു കാശിനും കൊള്ളത്തില്ല. ഞാൻ പിന്നെ ആ വീഡിയോ യൂട്യൂബിൽ ഇട്ടില്ലായിരുന്നു. കാരണം നമ്മൾ ഇടുവാണെങ്കിൽ നല്ല ഫുഡിന്റെ മാത്രമേ യൂട്യൂബ് വീഡിയോ എടുത്തുള്ളൂ. പന്ന ഫുഡിന്റെ ഒരിക്കലും ഒരു വീഡിയോ ഞാൻ എൻ്റെ ഇതിൽ ഒരിക്കലും ഷെയർ ചെയ്തില്ല. ഇപ്പൊ നമ്മൾ ഇന്ന് പറയാൻ വന്ന കാര്യം, അപ്പം എവിടെയാണ് കുറേ ഉള്ളത്, ഒന്ന് എത്തിയോ? ഓക്കെ നമ്മളിവിടെ എത്തിയായിരുന്നു കേട്ടോ. സ്വിഗ്ഗി സ്ഥലം എത്തി. എന്നിട്ട് അതിൻ്റെ അകത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഫുഡിന്റെ പക്ക 100% റിവ്യൂ ഞങ്ങൾ ഉറപ്പായിട്ട് പറയും. അല്ല ആസിഫിനെ ഉറപ്പായിട്ട് പറയില്ലേ? തീർച്ചയായിട്ടും പറയും. ഞങ്ങൾ കഴിച്ചിട്ട് നല്ല സൂപ്പർ ഫുഡ് ആണെങ്കിൽ നിങ്ങളോട് ഞങ്ങൾ പറയും, കഴിച്ചു നോക്കിട്ട് പറയാം. അളിയമ്മ ഈ റെസ്റ്റോറന്റ് സൂപ്പറാണ്, കഴിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് കമന്റ് പറയും. ആ കമന്റ് ആയിരിക്കും നല്ല കമന്റ്. അതെ, പക്ഷെ ഞാൻ റിവ്യൂ കണ്ടപ്പോൾ 100% എല്ലാവരും യൂട്യൂബിൽ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും 100 ആൾക്കാരും പറഞ്ഞ് സൂപ്പർ മജ്ബൂസാന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ പ്രതീക്ഷ വെച്ചാണ് ഞങ്ങൾ പോകുന്നത് തന്നെ. ഓക്കെ, അപ്പം നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഗാവ ഉണ്ട്, ഗാവ. ഗാവയുടെ സംഭവല്ലേ ഗാവ? ഇത് പെണ്ണുമ്പിളൊക്കെ ഗിഫ്റ്റുള്ള കമ്മലാ കൊടുക്കുന്നത്. നമ്മളെ പെണ്ണുമ്പിള കമ്മലൊന്നും എടുത്തുന്നില്ല.
ആ വേണിപ്പോ ഇവിടുന്ന് മന്തി സാധനം സെറ്റ് ആയിരിക്കും പുള്ളിയോ. മന്തി അതാണ് മട്ടൻ മന്തി. മട്ടൻ മന്തി അല്ലേ മജ്ബൂസ്. മട്ടൻ മജ്ബൂസ്. എവിടെ ഇരിക്കണ്ടേ എവിടെ? ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ താരം. അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? അല്ലേ? എന്റെ പേര് സ്റ്റെഫിൻ. പിന്നെ അല്ല ചേട്ടാ, ഇവിടെ എത്ര കൊല്ലമായി? ഞാനിവിടെ ഇപ്പൊ 2 കൊല്ലമായി. എങ്ങനെയുണ്ട് റെസ്റ്റോറന്റിനെ പറ്റി അഭിപ്രായം? അഭിപ്രായം പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തുള്ളൂ. നല്ല അഭിപ്രായം തന്നെ. നമ്മുടെ റെസ്റ്റോറന്റ് അല്ലേ, എങ്ങനെയുണ്ട്? നല്ല ഇതല്ലേ? കുഴപ്പമില്ല. ആണോ? അപ്പൊ നമ്മൾ ഈ റീലി കാണുന്ന പോലെ ഒന്നും അല്ലല്ലേ, ശരിക്കും ഒരു ആംബിയൻസ് ഉള്ള റെസ്റ്റോറന്റ് തന്നെയല്ലേ അല്ലേ? ഇവിടെ തന്നെ ചേട്ടാ സ്പെഷ്യൽ എന്താ? സ്പെഷ്യൽ ഒരുപാട് ഐറ്റംസ്. അല്ല ഇത്ര മജ്ബൂസ് മന്തിയാണോ അല്ല വേറെ മജ്ബൂസ് മന്തി? ജ്യൂസ് ഉണ്ട്, കപ്സ് ഉണ്ട്. കപ്സ്. നമുക്ക് ഏത് വേണം സ്റ്റെഫിന്? നമുക്ക് മജ്ബൂസ് പിടിക്കാം. അപ്പൊ ഞങ്ങളിന്ന് മജ്ബൂസാണ് പിടിക്കുന്നത്. മജ്ബൂസ് മീൻസ് മട്ടൻ. ഇപ്പൊ സ്റ്റെഫിന്റെ മുഖം പോകുന്നുണ്ടോ? അളിയ അപ്പൊ മട്ടനാണ് ബെറ്റർ. മട്ടനും ചിക്കനും വേണം സ്റ്റെഫിന്? മിക്സ് ഉണ്ട് ഇവിടെ. മിക്സ് ചെയ്ത് തരും. അത് ഒരു പ്ലേറ്റിനകത്ത് മൊത്തത്തിൽ മിക്സ് ചെയ്ത് തരും. അല്ലാതെ സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ്. എന്തൊക്കെയുണ്ട് മിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? മിക്സ് അങ്ങനത്തെ മിക്സ് ആയിരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഗ്രില്ലുണ്ട്, ഗ്രില്ലൈറ്റും ഉണ്ട്. അല്ലാതെ ഇവിടെ ഗ്യാസ് ഉണ്ട്. ഗ്യാസ് എടുത്ത് വെച്ചാൽ അവർ ക്ലിയർ ആക്കി തരും. ആണോ? ഓക്കെ, നല്ല കാര്യം. അവരാണ് ഒന്നും കൂടെ ബെറ്റർ. ആണോ? പിന്നെ വേറൊരു വിശേഷം. ഇനി ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് പിന്നെ ഫുഡിലോട്ട് വരാം. ഓക്കെ, 5 മിനിറ്റ്. എല്ലാത്തിന്റെയും ടേസ്റ്റ് അറിയണമെങ്കിൽ 2 മട്ടൻ പറ, 1 ചിക്കനും പറ. 2 ടേസ്റ്റ് അറിയാം. ഓക്കെ, അത് ഓർഡർ പറയാം. ചേട്ടന്റെ വകയോ? ചേട്ടന്റെ വക എന്താ അപ്പൊ കോംപ്ലിമെന്റ്? അപ്പൊ നമ്മള് മട്ടൺ മജ്ബൂസും ചിക്കൻ മജ്ബൂസും ഓർഡർ ചെയ്യാൻ പോവാണ്. രണ്ടും നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട്. അളിയന്റെ വക ഹാപ്പി ബർത്ത്ഡേ അളിയ അല്ലേ? താങ്ക് യു. അളിയന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അളിയന്റെ ബർത്ത്ഡേ എന്ത് കൺഗ്രാജുലേഷൻ ഉണ്ടെങ്കിലും കാശ് പോകുന്ന എന്റെ ആണല്ലോ. പക്ഷെ അളി നമുക്ക് 8 മണി എന്റെ ബർത്ത്ഡേക്ക് നല്ല മജ്ബൂസ് മേടിച്ചത് ഒരു 5 കേടി. എങ്ങനെ അതിനെ പറ്റി പറയാൻ പറ്റുന്നില്ല, എന്നെ ഓർമ്മിപ്പിക്കും. ഞാൻ നിർത്തി. അളിയൻ തന്നെ പറയാം അതിനെ പറ്റി. ഞാനൊന്നും മിണ്ടുന്നില്ല. അതിനെ മിണ്ടാതെ. ഓക്കെ, അപ്പൊ നമ്മൾ ഓർഡർ ഓക്കെ. ഓർഡർ നോക്കാം. മാഗ്നറ്റ് ഞാനോട് തന്നായിരുന്നു. മാഗ്നറ്റ്. പിന്നെ വേറെന്ത് വേണം? വേറെന്തോ ഇവിടെ സ്റ്റാർട്ടറായിട്ട് സൂപ്പ് വന്നിട്ടുണ്ടല്ലോ അല്ലേ? അത് ഓർഡർ ചെയ്യേണ്ട അതിനോട് ഉണ്ട്. സെപ്പറേറ്റ് അല്ല, അത് റൂബിനുണ്ട്, ഡാലിനുണ്ട്, ഫോണുണ്ട്, ചിക്കൻ. വോയിസ് ഞങ്ങൾക്ക് ഇവര് ബെറ്ററായിട്ട് പറയുന്നത്. ഓക്കെ, നമുക്ക് ഓർഡർ ചെയ്തു. പറഞ്ഞു. സ്റ്റാർട്ടർ വേണോ? വേണ്ട, സ്റ്റാർട്ടർ വേണോ? സൂപ്പ് വേണോ? സൂപ്പിന്റെ ഞാൻ ഏതാ നല്ല ഏതാ? ചിക്കൻ ചിക്കൻ ഹാഫ് പോലെ. ചിക്കൻ ഹാഫ് വരുന്നത്. ചിക്കൻ ഹാഫ് മന്തി, 2 മട്ടൻ മന്തി. മന്തി അല്ലല്ലോ മജ്ബൂസ്. മനസ്സിലായി ചേട്ടന്, മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞു. ഇവിടെ ഉണ്ട് അടുത്ത സെറ്റാണ് അളിയന് വേണ്ടി. एक कॉर्न सूप अरे कॉर्न सूप लिए एक कॉर्न सूप. बाद में वो टेबल नंबर कितना है? ഫസ്റ്റ് നമുക്ക് വന്നത് സലാഡാണ് കേട്ടോ. സലാഡ് മീൻസ് ഇവിടുത്തെ ജിർജിറാണ് ഫസ്റ്റ്. പിന്നെന്താ ആൻഡ് ഓണിയൻ ആൻഡ് ലെമൺ, പിന്നെ ഒരു ചട്നി. എന്താണ്
ഇത് മുളക് ചട്നി മുളക് ചട്നിയാണെന്ന് തോന്നുന്നു, അതായിരിക്കും. അല്ല ഇത് സോസ് സോസ് അല്ല മുളക് അല്ല, ശരിക്കും ചില്ലി സോസ് എന്ന് പറയും ഇതിന്. ആണല്ലേ, ചില്ലി സോസ് അല്ലേ ഇത്? പിന്നെ ഇത് തന്നെ ഐറ്റം തന്നെ കൊള്ളാം. കഴിച്ചു നോക്കി ടേസ്റ്റ് ചില്ലി സോസ്, പിന്നെ ഇത് ചില്ലി ചില്ലി ഫ്ലേക്സ്. അതല്ലേ, ചില്ലി ഫ്ലേക്സിന്റെ അകത്ത് വിനാഗർ ആഡ് ചെയ്തിട്ട് വിനാഗറും സോൾട്ടും കൂടി ആഡ് ചെയ്തിട്ട്. ഈ വാട്ട് ഈസ് നെയിം? വാട്ട് ഈസ് നെയിം? ഗ്രീൻ മാമൂസ്. ഗ്രീൻ മാമൂസ്. ഗ്രീൻ മാമൂസ്. ഇതിന്റെ പേര് മാംകോ മാമോസ്. ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ ഗ്രീൻ മാമോസ് എന്നാണ്. ഓക്കെ, പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ പറയുന്ന മുളകിടിച്ചെന്ന് പറയാം. മുളകിടിച്ചത് അതിന്റെ അകത്ത് ഇത് ഒലിവായിരിക്കും ആഡ് ചെയ്തത്. ഒലിവും സോൾട്ടും. അതിനകത്ത് മറ്റേ ഇത് ഉള്ളി ഉണ്ടല്ലോ, ഇതിനകത്ത് ഉള്ളിയൊന്നും കാണുന്നില്ല, പച്ചമുളക് മാത്രമേ ഉള്ളൂ. പക്ഷെ ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് അടക്ക് ഞെക്കിയാ മതിയോ? ഇത് ജസ്റ്റ് നോക്കിയപ്പം ഇത് ഒലിവന്റെയും പിന്നെ സാധാ മുളകുണ്ടല്ലോ അത് ഇടിച്ച് ചതച്ചിട്ട് ഒലിവ് എന്റെ മണ്ട ഒഴിച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം. റൈസിന്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത്. കഴിക്കുമ്പോൾ ടേസ്റ്റ്. അതൊന്ന് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് ഇതോ അത് സാധാ അറിയാമല്ലോ, എരിവുണ്ട് കേട്ടോ, സാധാ ചില്ലി ഫ്ലേക്സ് മാത്രമല്ല. അതിന്റെ അകത്ത് ഉപ്പും അതിന്റെ വിനാഗരും പിന്നെ ശകലം ഒലിവ് ഓയിലും ഉണ്ട്, അങ്ങനെ ആയിരിക്കും. ഇത് നല്ല സ്പൈസി കേട്ടോ. ഓക്കെ, ഇത് നമ്മള് ജിർജിർ, ഇത് ജിർജിർ, ഇത് ഒണിയൻ ആൻഡ് ഇത് ഒണിയൻ ആൻഡ് ലെമൺ. ഇത് ഒഴിച്ചിട്ടായിരിക്കും കഴിക്കണ്ടേ. അതാ സൂപ്പാണ്. ഓക്കെ ഓക്കെ, ഇതെങ്ങനെ കഴിക്കണ്ടേ? ഇത് ഹലീബ് ജെറീസ് ഉണ്ട്. ജെറീസ് എന്നാണ് അതിന് പറഞ്ഞത്. പിന്നെ ഇത് സൂപ്പാണ്. ഇത് സൂപ്പാണിത്. ഇതിനകത്ത് ഈ സൂപ്പിനകത്ത് ഈ നാരങ്ങ ഒഴിക്കണം. ഈ സൂപ്പിനകത്ത് ഓപ്പൺ ചെയ്ത് ഉണ്ടോ? അയ്യാ, അത് തന്നെ അത് തന്നെ ഞാൻ വീഡിയോ കണ്ടേട്ടാ. ഈ സൂപ്പിനകത്ത് കോൺ സൂപ്പ്, ആക്ച്വലി ടോസ്റ്റിന്റെ അകത്ത് കോൺ സൂപ്പും വിത്ത് ചിക്കനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സൂപ്പാണ്. അതെ അതെ അതെ. പിന്നെ അതിന്റെ അകത്ത് ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് ഒന്ന് ഇടയ്ക്കൊന്ന് കഴിച്ചോളിയാ, സെർവ് ചെയ്യും. അങ്ങനെയാ കളിയൊന്ന് കഴിച്ചാൽ എങ്ങനെയുണ്ട്? താങ്ക് യു. നമുക്ക് 2 ചിക്കൻ സൂപ്പും കൂടി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ എങ്ങനെയുണ്ട് ഇതില് ആക്ച്വലി ഞാനിത് ഞങ്ങളുടെ ഫ്രണ്ട്സ് കഴിച്ചിട്ട് കേട്ടാക്കുന്നത് ഷ്രിമ്പിന്റെ സൂപ്പ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷ്രിമ്പ് റുബിയാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഞണ്ട്. റുബിയാൻ എന്ന് വെക്കുമ്പോൾ റുബിയാൻ ഇവിടുത്തെ അറബിക് നെയിമാണ്, ചെമ്മീൻ. ഇതിന്റെ രണ്ടിന്റെ സൂപ്പ് കിട്ടും, അതും നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതാണ് ഇതിനേക്കാളും നല്ല ബെറ്റർ എന്നാണ് പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മോഡലുക്കി കഴിക്കുന്നത്. സൂപ്പർ. ശരിക്കും പറഞ്ഞാൽ ആ ലെമൺ ഒഴിക്കുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് കിണ്ണോട്ട് അറിഞ്ഞ. ആ ലെമൺ ഉണ്ടല്ലോ, ആ ലെമൺ ഫ്രണ്ടിൽ നിൽക്കുന്നല്ലേ, ആ ലെമൺ നിൽക്കുന്നത്. പിന്നെ ഒരു നമ്മ കോണിന്റെ ഒരു ടേസ്റ്റും കൂടെ വരുന്നുണ്ട് സാധനം. സ്റ്റെഫിനെ ഒന്ന് കഴിച്ചു നോക്കി തോന്നുന്നു. ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 3 വായായി. ഞാനാണ് ഈ സാധനം ഓർഡർ ചെയ്തത്, മറന്നു രാമണ. സ്റ്റെഫിനെ ടേസ്റ്റ് നോക്കാം. സൂപ്പർ അല്ലേ? പറ്റില്ല സാധനം, ഒരു സന്തോഷില്ലേ എന്റെ മുഖത്ത്. അടുത്ത ചിക്കൻ സൂപ്പാണ്. ചിക്കൻ സൂപ്പിൽ ലെമൺ ഒഴിച്ചോളാം. ലെമൺ ഒഴിക്കാന്നല്ലേ? വേണ്ട. അടുത്തത് ചിക്കൻ സൂപ്പാണ്, നോക്കാം. സൂപ്പർ സാധനം. ഇത് നമ്മുടെ ഒരു എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിന് ചിക്കന്റെ ആ ഫ്ലേവർ അത് മുൻകൂർ നിപ്പുണ്ട്. പക്ഷെ ഇപ്പൊ ചിക്കൻ സൂപ്പ് ആണെന്ന് പറഞ്ഞാൽ അതുമല്ല, പക്ഷെ വേറൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. വേറൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഒന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല ഈ സൂപ്പിന്റെ കാര്യം കേട്ടോ.
കൊള്ളാം, അടിപൊളി, കൊള്ളാം. കൊള്ളാലോ. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കഴിക്കുക. ഒരുപാട് ഞാൻ കഴിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫാമിലിയെ പക്കായിട്ട് കൊണ്ടുവരാം. അവര് ഭയങ്കര ഹാപ്പിയാവും ഇവിടെ കൊണ്ടുവരുമ്പോൾ. തീർച്ചയായും ഭയങ്കര ഹാപ്പിയാവും. ഈ ആംബിയൻസ് പക്കായിട്ട് ഹാപ്പിയാവും. ഇപ്പോൾ ജെഫിൻ പറഞ്ഞ ആക്ച്വലി തേഴ്സ്ഡേയും ഫ്രൈഡേയും ഇവിടെ നമുക്ക് ഇതിനകത്ത് കയറാൻ പോലും പറ്റത്തില്ല. അമ്മാതിരി നല്ല ക്യൂ ആയിരിക്കും, നല്ല രീതി സീറ്റെല്ലാം ഫില്ലായിരിക്കും. തീർച്ചയായിട്ടും. കാണുന്ന പ്ലോട്ട് കണ്ടോ, ആ കാണുന്ന പ്ലോട്ടിൽ ഫുള്ള് കംപ്ലീറ്റ് പാർക്കിംഗ് ഫുള്ളായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം അത്രമാത്രം ബിസിയാണ് ഇവിടെ തേഴ്സ്ഡേയും ഫ്രൈഡേയും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഫാമിലി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ തീർച്ചയായിട്ടും വീക്കെൻഡിൽ വരാണ്ട് വർക്ക് ഡേയ്സിൽ വരിക, അതായിരിക്കും ബെറ്റർ. അത് മൊത്തം കുടിച്ചു തീർത്തു. ഞാൻ കുടിച്ചില്ല കേട്ടോ. ആ സൂപ്പ് കുടിച്ചു തീർത്തുണ്ട്. ഒന്നും കഴിച്ചിട്ടുമില്ല. അതെ, ഞാനേ ഇവനെ നോക്കാൻ വേണ്ടി 10 മണിക്ക് ഇറങ്ങിയ എന്നിട്ട് മാളി ഇരുന്ന് അവിടെ കേറാത്തൊരു കടകളില്ല. ഞാൻ എല്ലാ കടയിൽ നിന്ന് കയറി എല്ലാം കഴിച്ചു. ഞാൻ അങ്ങനെ പറയരുത്. ഞാൻ ഇന്നലെ പറഞ്ഞതാണ് എന്റെ വീട്ടിലോട്ട് വാ, അവിടെ ഇരിക്കാന്ന്. അളിയും വരുമ്പോ പോവാന്ന്. അപ്പോഴേക്കും പുള്ളിക്കാരൻ വന്ന് ഞാൻ വരുന്നില്ല. അളിയന് ശരിക്കും പറഞ്ഞാൽ വലിയ വിശപ്പൊന്നുമില്ല. കാരണം ഒരു ഊണ് കഴിച്ചിട്ടിരിക്കുന്ന വ്യക്തിയാണ് ആള്. ഞങ്ങൾ രാവിലെ തൊട്ട് പട്ടിണിയാ, മനസ്സിലല്ലേ? ഞങ്ങൾ അതുകൊണ്ട് നല്ല പുറത്ത് നല്ല വെയിലും ചൂടും കാര്യങ്ങളൊക്കെ. പക്ഷെ എനിക്ക് അതിന്റെ ഒരു അഹങ്കാരം ഇല്ല കേട്ടോ. ഞാൻ എത്ര ഫുഡ് ആണെങ്കിൽ എത്രയും കഴിക്കും. അതിന്റെ അഹങ്കാരം എനിക്കില്ല കേട്ടോ. നിങ്ങൾ കാണുമ്പോ അറിയാം എന്റെ കഴിപ്പ്. നമ്മള് ഫസ്റ്റ് ഇത് കുബൂസും ഇത് സംഭവം എന്തോ ഇതിന്റെ പേരെന്താ? ജെറീസ്. എരീഷാണോ? ജെറീസ് ആണ് ഇത്. എങ്ങനെയാ ഇത്? കുബൂസും അത് ചേർത്ത് കഴിക്കുന്നതാണോ? ഇത് മറ്റേ പരിപ്പൊക്കെ അടങ്ങിയതാ. ഗോതമ്പല്ലേ? മട്ടനാണോ? दाल का टेस्ट है थोड़ा अच्छा है, अच्छा टेस्ट है, बहुत अच्छा है. അളിയാ ഇതും ഇത് മട്ടനാണ് കേട്ടോ. ആണോ? എനിക്ക് എന്നെ മെസ്സേജ് നീ മറ്റേ പ്ലസ് ടുല് പഠിച്ചത്? അത് ഞാൻ നല്ല പരിചയം. എനിക്ക് കുണ്ടല്ലേ വീട്. ഞാൻ പ്ലസ് ടു പഠിച്ചത് ഞാൻ സീനിയർ ആയിരുന്നു. അത് സീനിയർ ആയിരുന്നു നമ്മളെന്ത്. ഞാൻ നിന്നെ കണ്ടുപരിക്കും പെട്ടെന്ന്. നിങ്ങള് കുണ്ടത്തെ മറ്റേ വൈഫിന്റെ വീടിന്റെ ഇതെന്ന് പറഞ്ഞാ അമ്മയുടെ തന്നെ ആങ്ങളുടെ മോൻ തന്നെ. നമ്മുടെ ഷമീർ നിന്ന സമയത്ത്. ഓക്കെ. അപ്പൊ എന്നെ കണ്ടത് മനസ്സിലായില്ല ഇതിനായിട്ട്. അതെ. എന്തിനാ പിന്നെ സുഖമല്ലയോ? പുള്ളി ഞങ്ങളോട് പ്ലസ് ടു പഠിച്ച ഒരുമിച്ച് കുണ്ടേത്ത്. ഇവിടെ കണ്ടു പരിചയപ്പെട്ടിയാ? ഓക്കെ ബ്രോ. ഇത് ഫസ്റ്റ് ഒന്ന് ഞാൻ കഴിച്ചു നോക്കട്ടെ. നോക്കട്ടെ. ബിസ്മില്ലാ. സെറ്റ് സാധനം. സൂപ്പർ. കറക്റ്റ് മട്ടന്റെ അതേ ഫ്ലേവർ. ഇതൊക്കെ തിന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തിന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മജ്ബൂസ് കഴിക്കാൻ ഈ സ്ഥലം കാണുമെന്ന് അറിയില്ല കേട്ടോ. കാണാം ടെസ്റ്റ് സൂപ്പ്. സൂപ്പർ സാധനം. സൂപ്പർ സാധനം. അത്രയും ടേസ്റ്റ് ഉണ്ടോ? ഒരു രക്ഷയില്ല. ഓക്കെ, മട്ടൻ മജ്ബൂസ്. മട്ടൻ മജ്ബൂസ് ലഹം. ലഹം എന്ന് പറഞ്ഞാൽ മട്ടനാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എവിടൊക്കെ വീഡിയോ എടുക്കുന്ന
നമ്മളിത് മിക്സ് ചെയ്തേ. എനിക്ക് ഇത്രയും പറ്റുന്നില്ല. വെന്റ് ചെയ്യാനാ? ഇത് ചിക്കൻ. താങ്ക് യു ബ്രോ, താങ്ക് യു. ഇത് റൊട്ടി വേണോ? വേണ്ട വേണ്ട, റൊട്ടി. നോ പ്രോബ്ലം ചേട്ടാ. ഓക്കെ, ഇതാണ് ചിക്കൻ മജ്ബൂസ് ആണ്. മീൻസ് ഇത് മട്ടൻ മജ്ബൂസ്, 2 മട്ടൻ മജ്ബൂസും 1 ചിക്കൻ മജ്ബൂസും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം കഴിച്ചിട്ട് എങ്ങനെ പറയാം. ആദ്യം സ്റ്റെഫും കഴിക്കട്ടെ. അപ്പൊ സ്റ്റെഫിന്റെ മുഖത്തിന്റെ ഭാവം കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ബർത്ത്ഡേ ബോയ് ആദ്യം കഴിക്കട്ടെ. സ്റ്റെഫിനെ, ഞാൻ ആക്ച്വലി ഇത് കഴിച്ചിട്ടുള്ളതാണ്, പക്ഷെ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആദ്യമായിട്ട്. അതൊരു പ്രത്യേക സന്തോഷമല്ലയോ? റൂമിൽ ഇരുന്ന് കഴിക്കുന്നതുകൊണ്ടാണ് ഇവിടുന്ന് കഴിക്കുന്നത്. ആക്ച്വലി മട്ടൺ മജ്ബൂസ് നമുക്ക് 3 പീസായിട്ട് കിട്ടും. 3 പീസും വിത്ത് റൈസും ഉണ്ട്. റൈസിന്റെ ടേസ്റ്റ് ആക്ച്വലി ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ആണ്. റൈസ് നമ്മൾ പിന്നെ കഴിക്കും, ഭയങ്കര സോഫ്റ്റ് ആണ്. കഴിച്ചു നോക്കേ. റൈസ് ഒരു രക്ഷയില്ല. റൈസ് നമ്മൾ പിന്നെ ഇത് അൺലിമിറ്റഡ് റൈസ് നമുക്ക് ഇവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ വന്ന് കഴിക്കുമ്പോൾ മട്ടൺ ഞാൻ ആക്ച്വലി കേട്ടേക്കുന്നത് ഇവരുടെ തന്നെ ഫാം ഉണ്ടെന്ന് തോന്നുന്നു. ഫാമിൽ നിന്ന് തന്നെ ഇവർ ഡയറക്റ്റ് കൊണ്ടുവരുന്ന മട്ടൺ, ഫ്രഷ് മട്ടൺ ആണ്. ചിക്കൻ ഇത് തന്നെ ഫ്രഷ് ചിക്കൻ ആണ്, അങ്ങനെ പറഞ്ഞു എന്നോട്. സൂപ്പറാണ്, സൂപ്പർ ടേസ്റ്റ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ ഓക്കെ, അളിയ കഴിച്ചു നോക്കിയേ. അല്ല മട്ടൻ നീ അളിയ അല്ലല്ല അളിയ മട്ടൻ. സ്റ്റെഫിനെ, നീ മട്ടനും കൂടെ ടേസ്റ്റ് നോക്കിയേ, ജസ്റ്റ് ഒന്ന് മട്ടനും കൂടെ ഇതിന്റെ അഭിപ്രായം. കാരണം നീ ബർത്ത്ഡേ പോയി. സോഫ്റ്റ് ആൻഡ് ജ്യൂസി എന്ന് വേണമെങ്കിൽ പറയാം. സോഫ്റ്റ് ആൻഡ് ജ്യൂസി, വളരെ സോഫ്റ്റ് ആണ്. വായിലോട്ട് വെച്ചേ. സൂപ്പർ കേട്ടോ. എങ്ങനെയുണ്ട് അളിയ? ഇത്രയും പ്രതീക്ഷിച്ചായിരുന്നോ? അറിയില്ലല്ലേ അളിയ? ഈ മട്ടനും റൈസ് നോക്കി അളിയ, റൈസ് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. പ്രത്യേകത രണ്ടും സെപ്പറേറ്റ് ആണ്, വേറെ ടേസ്റ്റ് ആണ്. അത് ചിക്കന്റെ ഫ്ലേവർ, മട്ടൺ ഫ്ലേവർ. അപ്പൊ ഞാൻ ഫൈനലി ഞാൻ കഴിക്കട്ടെ. ഫസ്റ്റ് ഞാൻ ഇതുണ്ടോ മട്ടൺ കണ്ടോ? ഓ എന്തുകൊണ്ടിത്? ഇതിന്റെ ഫ്ലേവർ സെറ്റ് ആണ്, മട്ടന്റെ അതേ ഫ്ലേവർ. ഇതിന്റെ അകത്ത് വേറെ മസാല ചേർക്കുന്നത് കറക്റ്റ് മട്ടൻ മസാല, മട്ടന്റെ ഒറിജിനൽ ഫ്ലേവറിന്റെ മണമാണിത്. മീറ്റിന്റെ ഒറിജിനൽ ഫ്ലേവറിന്റെ മണമല്ലേ ഇത്? അത് തന്നെ. ഫസ്റ്റ് ഞാനൊന്നും റൈസ് മാത്രം. ഓക്കെ, റൈസ് പൂ പോലിരിക്കുന്നത്. നല്ല റൈസ് അല്ലേ? നല്ല സോഫ്റ്റ് ആയിട്ട് മസാലയില്ല. ശരിക്കും പറഞ്ഞ ഈ റൈസ് വായിക്കിട്ട് അലിഞ്ഞു പോകുന്ന ഫീൽ വരുന്നുണ്ട്. അലിഞ്ഞു പോകുന്ന ഫീൽ ഉണ്ട്. അതുകൊണ്ട് ഈ ഞാൻ മട്ടനും റൈസും കൂടെ അല്ലല്ല മട്ടൻ മാത്രം കഴിച്ചു നോക്കാം. എനിക്ക് സത്യം പറയാം, സത്യം പറഞ്ഞ ഞാൻ ഫസ്റ്റ് ടൈം ഇന്ന് മട്ടൻ കഴിക്കുന്നത്. ഞാൻ കുവൈറ്റ് വന്നിട്ട് ആദ്യമായിട്ട് ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നത് കേട്ടോ. കുവൈറ്റ് വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ വെറൈറ്റി ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അബുദാബി വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിലും കുവൈറ്റിൽ നിന്ന് വന്നിട്ട് കഴിച്ച ആദ്യത്തെ ഇതാട്ടോ ഇഷ്ടപ്പെട്ട റെസ്റ്റോറന്റ്. ഇനി ഞങ്ങൾ ഇതൊന്ന് കഴിച്ചിട്ട് ബാക്കി വിശേഷം ബാക്കി പറയാം. എന്തൊക്കെ പറയാനുണ്ട് നിനക്ക്? നീ കഴിച്ചിട്ടുള്ളൂ ബാക്കി പരിപാടി. മാഷാഅല്ലാഹ് ഞങ്ങളെ ഫുള്ള് കഴിച്ചു. അവസാനം ഇത് മാത്രമുണ്ട് മിച്ചർ. വാവ്, ഇത് എന്റെ അല്ല കേട്ടോ, ആരാണ്ട് ഇട്ടതാ. എന്റെ പേരിലോട്ട് ആരും ഇടണ്ട. എന്റെ ഇതാണ്, ഇതിന് ഉടമസ്ഥ ഞാനാണ്. ശരിക്കും പറഞ്ഞാലേ ഞാൻ ഈ ബ്ലോഗ് എടുക്കുന്ന മുമ്പ് ഞാൻ സാലിമേൽ 10 മണിക്ക് വന്നയാ. എന്റെ മാളി കേട്ട ഒരു 11:30-12 മണിയായപ്പോ ഒരു ഊട് ഫുള്ള് കഴിച്ചു. വയറ് അത്യാവശ്യം നിറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഒരു ഷേക്ക് കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഒരു കാപ്പച്ചയും കുടിച്ച്. എന്നിട്ട് ഇവിടെ 3:30-4 മണിയായപ്പോ ഇവിടെ എത്തി. എന്നിട്ട് ഇതിന്റെ ഒരു മട്ടൻ മന്തി ഫുള്ള് കഴിച്ചു. എനിക്കകത്ത് ഇത്രയും, പിന്നെ സൂപ്പ് കാര്യങ്ങളെല്ലാം കുടിച്ച് തീർത്തിട്ടും അത് തന്നെ.
പിന്നെ എന്തുവായിരുന്നു ഇതിന്റെ എല്ലാ അളിയൻ പക്ക സപ്പോർട്ട് ചെയ്തു കേട്ടോ. അളിയൻ നല്ല ടേസ്റ്റുള്ള സാധനം, അളിയൻ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. നമ്മൾ അളിയനും കൂടെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റുള്ള സാധനങ്ങൾ മേടിച്ചു തന്ന്. പിന്നെ അതുപോലെ തന്നെയാണ് ഒറ്റയ്ക്ക് തിന്നായിടാ ഈ സലാഡ് ഉണ്ടോ, ഇത് അന്യ ഈ സലാഡ് ഉണ്ടോ, സലാഡ് അന്യ ടേസ്റ്റ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് വരുന്നില്ല, നമുക്ക് അടുത്ത ആഴ്ച ആക്കാന്ന് പറഞ്ഞു. പക്ഷെ വയറ് ഫുള്ളായിരുന്നു. പക്ഷെ ഇതിന്റെ ടേസ്റ്റിൽ ഞാൻ വീണ്ടും കഴിച്ചു പോയി. വയറ് ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി സ്ഥലമില്ല, ഫുള്ള് ഫില്ലായി. എന്റെ അഭിപ്രായം എന്തുവാ? എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അത്യാവശ്യം ഫുഡെല്ലാം അടിപൊളിയാണ്, സൂപ്പർ ഫുഡാണ്. നമ്മൾ മട്ടൺ മജ്ബൂസും കഴിച്ചു, ചിക്കൻ മജ്ബൂസും കഴിച്ചു, രണ്ടും സൂപ്പറാണ്. മട്ടൺ ഫ്രഷ് ആണ്, ജ്യൂസിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. ആദ്യം വിചാരിച്ചു ചിക്കൻ കട്ടിയാണ്, കണ്ടപ്പോ എനിക്ക് കട്ടിയാടാ തോന്നിയത്. കഴിച്ചു തുടങ്ങിയപ്പോ എന്റെ പൊന്നുപോയി നോക്കിയേ, എന്റെ എല്ലു മാത്രം മിച്ചമുണ്ട്. രസമെല്ലാം മായം പോയി, മാഞ്ഞു പോയി. നോക്കിയേ, ജ്യൂസി കേട്ടോ, നല്ല സൂപ്പർ ജ്യൂസി സാധനം. ഒത്തിരി ആയി കേട്ടോ. അപ്പൊ കാണാൻ പറ്റില്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇപ്പം ഫീജി സല ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് അഭിപ്രായം പറയുവാണ്, കമന്റ് ചെയ്യണം. പിന്നെ വേറെന്താ പറയാ, അല്ല വേറെ നിന്റെ വേറെ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ട് നിനക്ക്? മൈക്ക് ഫുഡ് സൂപ്പറാണ്. അഭിപ്രായം പ്രത്യേകിച്ച് പറയാനില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് എന്റെ അളിയന്റെ വാക്ക് കേട്ടോണ്ട് വരുന്ന എല്ലാ റെസ്റ്റോറന്റും ടോപ്പ് റെസ്റ്റോറന്റ് ആണ് വിചാരിച്ചത്. ഇത് ഒന്നും പറയാനില്ല, വണ്ടർഫുൾ. അളിയന്റെ ബർത്ത്ഡേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന റെസ്റ്റോറന്റ് ഈ അളിയനല്ല കേട്ടോ, ഈ അളിയനാട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും സജസ്റ്റ് ചെയ്യാവുന്ന റെസ്റ്റോറന്റ് ആണ്. ഇവിടെ വന്ന് കഴിക്കുന്നത് നമുക്ക് ഓർഡർ ചെയ്ത് കഴിക്കാം. പക്ഷെ ഓർഡർ ചെയ്ത് കഴിക്കുന്നതിലും പുറമെ നമ്മൾ ഇവിടെ വന്ന് കഴിക്കുമ്പോൾ ഒരു വൈബ് ഉണ്ട്, ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ആംബിയൻസ് സൂപ്പറാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തോടൊപ്പം വളരെ സ്വീറ്റ് ആണ്. ഇവിടുത്തെ കിച്ചൺ മാനേജറാണ്, സൂപ്പർവൈസറാണ് ജെഫിൻ എന്നാണ് പേര്. ആളും ഭയങ്കര സ്വീറ്റ് ആണ്. എന്നാണ് പേര്. ആളും ഭയങ്കര സ്വീറ്റ് ആണ്. അപ്പൊ ഞങ്ങള് ഫാമിലി ആയിട്ട് ഇനി ഒന്നും കൂടി വരുന്നതായിരിക്കും. ഓൾറെഡി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടി വരുന്നതായിരിക്കും. അന്ന് എന്നെ വിളിക്കും, പക്ഷെ ഞാൻ വരും കേട്ടോ. വിളിച്ചില്ലെങ്കിലും ഞാൻ അറിയും. അപ്പം ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി നല്ല ദിവസത്തിൽ നല്ലൊരു ഫുഡായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ. ബൈ.